വിശുദ്ധ റബീഉൽ അവ്വലിലാണ്. സന്തോഷവും സങ്കടവും ഒക്കെ ഒരു മനുഷ്യ സഹജമാണ്, വൈകാരികമാണ്. യഥാർത്ഥത്തിൽ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആരും അയാളോട് എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കാറില്ല. ഒരാൾക്ക് എന്തെങ്കിലും വലിയ അനുഗ്രഹം കിട്ടിയാൽ അയാൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുമ്പോൾ എന്തിനാ നീ ഇങ്ങനെ സന്തോഷിക്കുന്നത് എന്ന് ആരും ചോദിക്കാറില്ല. അതൊക്കെ മാനസികമായ ഒരു വൈകാരിക തലമാണ്, മനുഷ്യ സഹജമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സന്തോഷം മുത്തുനബിയാണ്. അള്ളാഹു തആല തന്നെ പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങൾക്ക് ഞാൻ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ, അവർക്കൊരു പ്രവാചകനെ കൊടുത്തു എന്നുള്ളതാണ്. മുത്തുനബിയാണ് മുഅ്മിനീങ്ങൾക്ക് കിട്ടിയ വലിയ സന്തോഷം. മാത്രമല്ല, സ്വന്തം ശരീരത്തെക്കാൾ മുഅ്മിനീങ്ങൾക്ക് ബന്ധപ്പെട്ടത് നബിയാണെന്നും ഖുർആൻ പറഞ്ഞു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ കടപ്പാട് മുത്തുനബിയോടാണ്. അപ്പൊ ഏറ്റവും വലിയ സന്തോഷം, വലിയ അനുഗ്രഹം മുത്തുനബി ആകുമ്പോൾ ഈ മാസത്തിൽ വിശ്വാസികൾ സന്തോഷിക്കുന്നതും സന്തോഷം പ്രകടിപ്പിക്കുന്നതും മദ്ഹ് പറയുന്നതും പാടുന്നതും അതൊക്കെ ഒരു സ്വാഭാവികതയാണ്. മുത്തുനബിയോടുള്ള ഇഷ്ടമാണ്. ഇഷ്ടം ഒരാൾക്കുണ്ടെങ്കിൽ കിതാബ് ഷിഫയിൽ പറഞ്ഞതുപോലെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അക്സറ ദിക്റു മിൻ അലാമാത്തി മഹബ്ബത്തിഹി, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിന്റെ അടയാളമാണ് കൂടുതൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറയാന്നുള്ളത്. ഒരു വസ്തുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കാണുന്നവരോടൊക്കെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു സ്വാഭാവികമാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുമാത്രമാണ് യഥാർത്ഥത്തിൽ ഈ റബീഉൽ അവ്വൽ വരുമ്പോൾ വിശ്വാസികൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും ആ ഇഷ്ടം പറയണം, റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ചും പറയണം. അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. ഒരു വസ്തുവിനെ കുറിച്ച് നമ്മളിങ്ങനെ കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ സ്വാഭാവികമായും മനസ്സ് അതിനോട് വല്ലാത്തൊരു അടുപ്പം കാണിക്കും. ഒരു കാര്യം തന്നെ ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അതിനോട് വല്ലാത്തൊരു ഇഷ്ടം വരും, സ്വാഭാവികമാണ്. മുത്തുനബിയെ കുറിച്ച് നമ്മളിങ്ങനെ ഒരുപാട് പറഞ്ഞാൽ, മദ്ഹ് പറഞ്ഞാൽ, പാടിയാൽ, എഴുതിയാൽ മുത്തുനബിയോടൊരു ഇഷ്ടം വരും. ഇഷ്ടം വന്നാലോ ഈമാൻ വർദ്ധിക്കും. നമ്മുടെ ഈമാൻ വർദ്ധിക്കാനാവട്ടെ ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മുടെ ഓരോ ശ്രമങ്ങളും, നമ്മുടെ വാക്കുകളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മുടെ സ്വഭാവ രീതി ചിട്ടപ്പെടുത്തുന്നതാണെങ്കിലും എല്ലാം മുത്തുനബിയോടുള്ള ഇഷ്ടം കൂടാനാവണം. ഇഷ്ടം കൂടുമ്പോൾ ഈമാൻ കൂടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.